നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. VC നിയമനങ്ങളിൽ സമവായത്തിന് പിന്നാലെ KTU VC ആയി സിസ തോമസ് ചുമതലയേറ്റു. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുൻ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കില്ലെന്നും സിസ തോമസ്. കേരള സർവകലാശാലയിലും സമവായം. ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറിനെ ശാസ്താംകോട്ട DB കോളേജിലേക്ക് മാറ്റി. അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമെന്ന് ഉത്തരവിൽ. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീലിനായുള്ള തുടർ നടപടി ഉടൻ പൂർത്തിയാക്കാൻ സർക്കാർ. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയെ സമീപിക്കും. രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് നടി. രണ്ടാം പ്രതി മാർട്ടിൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ നീക്കം ചെയ്യണമെന്ന ആവശ്യം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ റിമാൻഡിൽ. SIT അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ. നാലാം പ്രതി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം നാളെ സുപ്രീം കോടതിയിൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമെന്ന രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ അന്വേഷണം ആരംഭിച്ചു. ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി ബിൽ ലോക്സഭ പാസാക്കി. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക ലക്ഷ്യം. VBG റാംജി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 7 മണി മുതൽ ലക്നൌവിൽ. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിൽ. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. വിശദമായി നോക്കാം. കേരള സാങ്കേതിക സർവകലാശാല VC ആയി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. VC ആയി തിരിച്ചെത്തിയിൽ സന്തോഷമുണ്ടെന്നും പഴയ കാര്യങ്ങളൊന്നും നിലവിൽ ഓർക്കുന്നില്ലെന്നും സിസ തോമസ്. സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും സിസ തോമസ് വ്യക്തമാക്കി. ഡിജിറ്റൽ സർവകലാശാല VC ആയി ഡോക്ടർ സജി ഗോപിനാഥിനെ നിയമിക്കാനും ഗവർണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. VC നിയമനത്തിൽ സമവായത്തിലെത്തിയതോടെ ഏറെക്കാലമായുള്ള സർക്കാർ ഗവർണർ പോരിനാണ് അവസാനമാകുന്നത്. ഇന്നലെയാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ VCമാരുടെ കാര്യത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലെത്തിയത്. VCമാരെ നിയമിക്കുന്നതിൽ ഇരുകൂട്ടരും തീരുമാനത്തിലെത്താത്തതിനാൽ സുപ്രീം കോടതി നേരിട്ട് നിയമന നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിത നീക്കം. തുടർന്ന് സമവായക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച ശേഷമാണ് സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VCയായും സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VCയായും നിയമിച്ച് ഗവർണർ വിജ്ഞാപനമിറക്കിയത്. സർക്കാരിന് അനഭിമതയായ സിസ തോമസിനെ VCയാക്കാൻ പാടില്ലെന്ന നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് AGയുടെ അന്വേഷണം നടക്കുന്നതിന്റെ വെളിച്ചത്തിൽ സജി ഗോപിനാഥിനെ വീണ്ടും VCയാക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ നിന്ന് ഗവർണറുമായി. സർവകലാശാലയിലെത്തിയ പുതിയ VCയായ സിസ തോമസിനെ ഹാർദമായാണ് സഹപ്രവർത്തകർ സ്വീകരിച്ചത്. സർക്കാരുമായി സഹകരിച്ച് അപാകതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് സിസ തോമസ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മോളിന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇതൊക്കെ. ഇതെല്ലാം ചെയ്യുന്നത് ഒരു ചർച്ചയിലൂടെ എല്ലാവരുമായിട്ട്, ഇതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ അത് ആ വക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുള്ളൂ. എന്തായാലും NIRF റാങ്കിങ്ങിന് പോകണം. അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. സമവായത്തിലെത്തിയത് VC നിയമനത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കാനാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. അനന്തമായി അനിശ്ചിതാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാതെ ഇരിക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ, നല്ല പ്രകടനങ്ങൾ, അതിന് തുടർന്നും സാധ്യത ഉണ്ടാകണം. 4 വർഷത്തേക്കോ 65 വയസ്സ് തികയുന്നതുവരെയോ ആണ് VC നിയമനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. നിർമ്മിക്കാൻ ഗൂഢാലോചന നടത്തിയത് ആരാണ്? ഈ സാമഗ്രികൾ എത്തിച്ചത് ആരാണ്? പണം നൽകിയത്? ഇവരെ എല്ലാവരെയും ഈ കേസിൻ്റെ പ്രതികളാക്കി കേസ് അന്വേഷിക്കണം. സ്വതന്ത്രമായിട്ടുള്ള ഈ കേസന്വേഷണം വേണം. ഒരു ന്യായീകരണവും വിലപ്പോകുന്നതല്ല. ഇത്തരത്തിലുള്ള കള്ള ന്യായീകരണങ്ങളുടെ കഥ തന്നെയാണ് കേരളത്തിന് അറിയാവുന്നത്. അത് ഞാൻ ഒരിക്കൽ കൂടി വെളിച്ചത്ത് ഈ കാര്യങ്ങൾ പറയുകയാണ്. നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നിരവധിയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ
ക്രിമിനൽ സംഘങ്ങളെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും CPM പാർട്ടിയുടെയും നിലപാടിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നു. കണ്ണൂരിലെ സമാധാനം, തെരഞ്ഞെടുപ്പ് കാര്യത്തിലെ ജനാധിപത്യ സംവിധാനം തകരുന്നതിൽ കേരള ഹൈക്കോടതി പോലും വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ആശങ്ക അടിസ്ഥാനപരമായിരുന്നുവെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ, പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞാൽ പടക്കമാണെന്ന് പറയുന്ന പടക്കം, അതൊരു പടക്കം പറച്ചിലാണ്. ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ അവിടെ ഇങ്ങനെ പാർട്ടിക്കാർ ഇങ്ങനെ പടക്കമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പരിചയക്കുറവുണ്ട്. അതെ, അത് മനസ്സിലായി. ബോംബുണ്ടാക്കുന്നതിലെ പരിചയക്കുറവുണ്ടാണെന്ന് EP ജയരാജൻ തന്നെ പറഞ്ഞു. അതിനാണ് ഞാൻ P ജയരാജൻ്റെ ശരിയായ ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, P ജയരാജൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയപ്പോൾ വിഷുവിന് പടക്കം ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. VC നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരളയിലും സമവായം. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ശാസ്താംകോട്ട DB കോളേജിലേക്കാണ് മാറ്റം. അനിൽകുമാറിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മാറ്റമെന്നാണ് സർക്കാർ ഉത്തരവ്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഏതാനും മാസമായി സസ്പെൻഷന് തുടരുന്നതിനിടയിലാണ് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കാൻ സർക്കാർ ഉത്തരവ്. നിയന്ത്രിത ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ശാന്തി ബിൽ ലോക്സഭ പാസാക്കി. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന ബില്ലാണ് സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ബിൽ. VBG റാംജി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച നടക്കുകയാണ്. വികസിത ഗ്രാമത്തിന് വേണ്ടിയുള്ള ബില്ലാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതാണ് ബില്ല്. ഇത് കേവലം തൊഴിലിനു വേണ്ടി മാത്രമുള്ളതല്ലെന്നും ദാരിദ്ര്യമുക്ത വികസിത ഗ്രാമമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണപക്ഷം കൃഷിക്കാരെ എതിർക്കുന്ന സംഘമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗം ജയപ്രകാശ് പറഞ്ഞു. കൃഷിക്കാരെയും സാധാരണക്കാരെയും എതിർക്കാൻ വേണ്ടിയാണ് ഈ നിയമമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല AO ആയിരുന്നു ശ്രീകുമാർ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച SIT. രമേശ് ചെന്നിത്തല നൽകിയ രേഖകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ വിദേശ വ്യവസായിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടി 500 കോടിയിലേറെ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗുരുതരമായ ആരോപണമായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നത്. അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്നും വിദേശ വ്യവസായിയിൽ നിന്നും തനിക്ക് ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ചെന്നിത്തലയുടെ വാദം. തുടർന്ന് രേഖകളും വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറുകയും മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT അന്വേഷണം ശക്തമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് വിദേശ വ്യവസായിയിൽ നിന്നും SIT വിവരങ്ങൾ തേടിയത്. അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് ഫോണിലൂടെ മുഴുവൻ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞത്. ഈ വിവരങ്ങളുടെ ആധികാരികത കണ്ടെത്തിയ ശേഷം വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് SIT കടക്കും. രമേശ് ചെന്നിത്തല പറഞ്ഞ വിവരങ്ങൾ പൂർണ്ണമായും ശരിവയ്ക്കുന്ന രീതിയിൽ വ്യവസായിയിൽ നിന്നും വിവരങ്ങൾ ലഭ്യമായതായാണ് സൂചന. 500 കോടിയിലേറെ സാമ്പത്തിക ഇടപാട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയിൽ വിജിലൻസ് കോടതിയുടെ നിർണായക ഉത്തരവ് 19-ന്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് വാദം പൂർത്തിയായി. SIT എതിർപ്പ് രേഖാമൂലം അറിയിച്ചു. EDക്ക് രേഖകൾ കൈമാറിയാൽ SIT അന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാട് പ്രോസിക്യൂഷൻ ആവർത്തിച്ചു. യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ലെന്നും SIT രേഖകൾ കൈമാറുന്നതിൽ ആദ്യഘട്ടം മുതൽക്കേ പ്രത്യേക അന്വേഷണ സംഘം എതിർപ്പ് അറിയിച്ചിരുന്നു. ED അന്വേഷണം എങ്ങനെ SITയെ ബാധിക്കുമെന്ന് ED അഭിഭാഷകൻ ചോദിച്ചു. കള്ളപ്പണ ഇടപാടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് അന്വേഷണമെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. വാദവും കേട്ട കോടതി രേഖകൾ കൈമാറുന്നത് സംബന്ധിച്ച് ഈ മാസം 19-ന് ഉത്തരവിറക്കും.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നടപടികൾ സർക്കാർ ഉടൻ പൂർത്തിയാക്കും. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. വിചാരണ കോടതി വിധിയുടെ സർട്ടിഫൈഡ് കോപ്പി ലഭിച്ച ശേഷമായിരിക്കും അപ്പീൽ ഫയൽ ചെയ്യുക. അതിനുള്ളിൽ അപ്പീൽ ചെയ്യാനുള്ള മറ്റ് നടപടികൾ പൂർത്തിയാക്കും. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് നീക്കം. വിധിയിൽ നിരവധി പോരായ്മയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വിലയിരുത്തൽ. അതിനിടെ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കും. അതിജീവിതയെ അധിക്ഷേപിച്ച് മാർട്ടിൻ സമൂഹമാധ്യമത്തിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഇത് നീക്കം ചെയ്യണമെന്ന് നടി ആവശ്യപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ പ്രചാരം നേടിയ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ഉടലെടുക്കുന്നു. വിശ്വാസികളെ വ്രണപ്പെടുത്തിയെന്നും കേസെടുക്കണമെന്നും CPM. എന്നാൽ സമാന വിഷയങ്ങളിൽ എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് ഉയർത്തിക്കാട്ടുന്ന CPMന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് കോൺഗ്രസ് വിമർശിക്കുന്നു. അതേസമയം ഗാനത്തിനെതിരെ തിരുവാഭരണപാത സംരക്ഷണ സമിതി നൽകിയ പരാതി DGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിനും UDFന്റെ തിളക്കമാർന്ന വിജയത്തിനും പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസാണ്. ഈ വിഷയം ആസ്പദമാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിച്ച പാരഡി ഗാനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. വിശ്വാസികൾ നെഞ്ചിലേറ്റുന്ന അയ്യപ്പ ഭക്തി ഗാനത്തെ മോശപ്പെട്ട വരികളിലൂടെ ആലപിച്ച് ഭക്തരുടെ വികാരത്തെയും വ്രണപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തിരുവാഭരണപാത സംരക്ഷണ സമിതി നൽകിയ പരാതി DGP ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറി. ADGP പത്തനംതിട്ട പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പാരഡി ഗാനം വലിയ രീതിയിൽ ഏറ്റെടുത്ത UDF MPമാർ പാർലമെന്റ് മുന്നിൽ അടക്കം ആലപിക്കുകയും ചെയ്തിരുന്നു. ഇതുൾപ്പെടെ പരാതിക്കാരന് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തങ്ങൾക്കെതിരെ പ്രചാരണായുധമായി ഉപയോഗിച്ച പാരഡി ഗാനത്തിനെതിരെ CPM ശക്തമായി രംഗത്ത് വരികയാണ്. കേസെടുക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന ഗാനങ്ങളും ശരണമന്ത്രങ്ങൾ നിറച്ച മുദ്രാവാക്യങ്ങളുമാണ് UDF പ്രചരണത്തിന് ഉപയോഗിച്ചതെന്ന് A. റഹീം MP കുറ്റപ്പെടുത്തിയിരുന്നു. UDF MPമാർക്ക് പാർലമെന്റിൽ പാരഡി ഗാനം ആലപിക്കാനാണ് സമയമെന്ന് മന്ത്രി MB രാജേഷും പരിഹസിച്ചു. അതേസമയം CPM നിലപാടിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. മുൻപ് സമാന രീതിയിൽ മാണിക്യമലരെ എന്ന സിനിമാ ഗാനം പ്രവാചക നിന്ദയാണെന്ന പരാതി വന്നപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ മതവികാരമുണർത്തി എന്നാരോപിച്ച് ഒരു പാരഡി ഗാനത്തിനെതിരെ രംഗത്ത് വരുന്നത് CPMന്റെ ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ് പരിഹസിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാട്ടിനെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അടുത്ത ദിവസം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനാണ് ആലോചന. നേരത്തെ പാരഡി പാട്ടിനെതിരെ തിരുവാഭരണപാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല DGPക്ക് പരാതി നൽകിയിരുന്നു. അയ്യപ്പ ഭക്തരെ അപമാനിച്ചെന്നും പാട്ട് പിൻവലിക്കണമെന്നുമായിരുന്നു പരാതി. പാട്ട് മതവികാരം വ്രണപ്പെടുത്തുന്നതെന്ന് ആരോപിച്ച് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാരഡി ഗാന വിവാദത്തിൽ CPMനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പന്റെ സ്വർണം കവർന്നതിലല്ല പാരഡി പാടിയതിലാണ് CPMന് വേദനയെന്ന് VD സതീശൻ. ഇതേ CPM പണ്ട് കരുണാകരനെ കുറിച്ച് പാരഡി ഉണ്ടാക്കിയിട്ടുള്ളതുകൂടി ഓർക്കണമെന്നും VD സതീശൻ പറഞ്ഞു. പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിൻ്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്, ഇത് BJPക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പോൾ ഇത്രയും നൊന്തത്? അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതല്ല വിശ്വാസികളെ വേദനിപ്പിച്ചത്. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ഗോവിന്ദൻ പറഞ്ഞ നടപടിയെടുക്കില്ലെന്നാണ്. വിശ്വാസികൾ വേദനിച്ചത് അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുത്തതിലാണ്. ആ സ്വർണം കവർന്നെടുത്ത ഈ ആളുകളെ CPM സംരക്ഷിക്കുകയാണ്. കാരണം അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ്. ഇല്ല, നടപടിയെടുത്താൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ അവർ വേറെ നേതാക്കന്മാരുടെ പേര് പറയും എന്നുള്ള പേടിയാണ്. ഇനി ഒരു അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ പാരഡി ഉണ്ടാക്കിയതിനാണ് എങ്കിൽ ഇതേ അയ്യപ്പ ഭക്തിഗാനം കൊണ്ട് പണ്ട് CPM ഒരു പാരഡി ഗാനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് പഴയ കാര്യം കൂടെ ഓർക്കണം. അപ്പോൾ കരുണാകരനെ കളിയാക്കി മര്യാദയ്ക്ക് നല്ല മുഖ്യമന്ത്രിയായിരുന്ന ഭക്തനായിരുന്ന K. കരുണാകരനെ കളിയാക്കി അയ്യപ്പൻ്റെ ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് പാരഡി ഉണ്ടാക്കാം. ആ പാരഡി കൈരളിയിൽ അവതരിപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം അല്ലേ? സ്വർണം കട്ടവരെക്കുറിച്ച് പാരഡി പാടില്ല. ഇത് എവിടുത്തെ
എവിടുത്തെ വാദമാണിത്? പാരടിപ്പാട്ടിനെ പേടിക്കുന്ന ദുർബലമായ പാർട്ടിയായി CPM മാറിയോ എന്ന് PC വിഷ്ണുനാഥ്. ഇന്നലെ വരെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞവരാണ് ഇന്ന് കേസെടുക്കുന്നത്. ജനങ്ങൾക്ക് രണ്ടാമത് വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ കാരണം കൂടി ചേർത്ത് CPM-നെതിരെ വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് സമാനമായ ലീഡർ ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നാദിർ ഷായും കലാഭവൻ മണിയും ഇത് ഈണത്തിൽ പാരഡി പാട്ട് പാടിയത് ഞാൻ പല മാധ്യമങ്ങളിൽ കൂടിയും കാണാനിടയായി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പാട്ടും പാരഡി പാട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. ഇന്നലെ വരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുക, എന്നിട്ട് ഒരു പാട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോലീസിലോട്ട് പോവുക, ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവുക. ഈ ഒരു അവസ്ഥ അത് അങ്ങേയറ്റം ദയനീയമാണ്, സഹതാപം അർഹിക്കുന്നതാണ്. ഇവർ ഈ CPM-കാർ നടത്തുന്ന ഹേറ്റ് ക്യാമ്പയിൻ, ഈ കുഞ്ഞബ്ദുള്ളക്കെതിരെ അടക്കം നടത്തുന്ന ഈ ഹേറ്റ് ക്യാമ്പയിൻ, ഇത് എവിടേക്കാണ് കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത്? എന്താണ് ഇവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഇവർ പരാജയപ്പെട്ടതിന് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു കാരണം തന്നെയാണ്. അയ്യപ്പ പാരഡി ഗാന വിവാദത്തിൽ പ്രതികരണവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഒരു പാട്ടിൽ കലങ്ങിപ്പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയമെന്നും പാരഡി ഗാനം ജനങ്ങളെ സ്വാധീനിച്ചില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. പോലീസിൽ പരാതി പോയിട്ടുണ്ട്, ഇനി പോലീസ് തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളെ രാഷ്ട്രീയം. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനനുകൂലമാണ്. ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും പോരാടിയിട്ടുള്ളവരാണ്. ഒരാളിങ്ങനെ വന്നാൽ അങ്ങ് ഒലിച്ചു പോവുക വോട്ട്? ഒരാൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഒഴുകി വരുമോ? എത്രമാത്രം ബാലിശമായിട്ടുള്ള വാദഗതികളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. UDF-ൽ മുന്നണി വിപുലീകരണം നിലവിൽ ചർച്ചയിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വേണമെങ്കിൽ ആലോചിക്കാമെന്നും VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ ഒരു ചർച്ചയില്ല, ഒരു പാർട്ടികളായിട്ട് ചർച്ച ചെയ്യുന്നില്ല, ആരെയും അതിനു വേണ്ടിയിട്ട് അധികാരപ്പെടുത്തിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF കുറേ കൂടി ഇപ്പോൾ ശക്തമായ അടിത്തറയാണ്. ഇതിനേക്കാൾ വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിരിക്കും, ഇതിനേക്കാൾ വിപുലീകരിക്കപ്പെട്ട പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന UDF. ഞാനതൊന്നും പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ ഒരു ചർച്ചയും നടക്കുന്നില്ല. ജോസ് കെ മാണിക്ക് മറുപടിയില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. മുന്നണി വികസനം അജണ്ടയിലില്ല. അടിത്തറ നഷ്ടപ്പെട്ടവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുക മാത്രമാണ് UDF-ന്റെ ലക്ഷ്യം. മുന്നണി വികസനം ആദ്യം ചർച്ച ചെയ്യേണ്ടത് UDF-ലാണ്. ഇതുവരെ അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല. ജോസ് കെ മാണിയുടെ പരാമർശങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്നും PJ ജോസഫ് പറഞ്ഞു. അടിത്തറ വികസിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ജനങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞ കാര്യം, 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 ഇപ്പോഴും LDF-നോടൊപ്പമാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള 7 ഏതൊക്കെയാണ്? അതിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം. ബാക്കി 3 അവരുടെ പങ്കെത്രയാണ്? അതിനെപ്പറ്റി ഒന്നും എനിക്ക് മറുപടിയില്ല. ഇല്ല, അത് പരാമർശം അർഹിക്കുന്നേയില്ല. കാരണം മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട. ജമാഅത്തുമായുള്ള CPM-ന്റെ സലാം പറയൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും കേരള അമീർ പറഞ്ഞു. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ CPM വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. AKG സെന്ററിൽ വെച്ച് ജമാഅത്ത് നേതാക്കൾ തന്നെ വന്ന് കണ്ടെന്നും അവരോട് തന്റെ നിലപാട് വ്യക്തമാക്കിയെന്നുമായിരുന്നു പിണറായി നേരത്തെ പ്രതികരിച്ചത്. എന്നാൽ AKG സെന്ററിൽ വെച്ച്
ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. തന്റെ കാലത്തോ തനിക്ക് മുൻപുള്ളവരോ അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും രാഷ്ട്രീയ ജന്മിത്വത്തിന്റെ കാലം കഴിഞ്ഞെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ജമാഅത്തെ ഇസ്ലാമി CPM-ൽ നിന്നോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഭരണകൂടത്തിൽ നിന്നോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആദ്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമികമായ വിശ്വാസ പ്രമാണത്തിലാണുള്ളത്. അതനുസരിച്ച് സൃഷ്ടിച്ച ദൈവത്തിന്റെ അനുഗ്രഹമുടയവനായ ദൈവത്തിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. മാത്രമല്ല, ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഭൂമി ജമ്മിത്വത്തിന്റെ കാലം മാത്രമല്ല, രാഷ്ട്രീയ ജമ്മിത്വത്തിന്റെയും കാലം കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം CPM ജമാഅത്തുമായി സലാം പറയാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2011 പിണറായി CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഈ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി പ്രചരണം നടത്തുകയായിരുന്നു. പാലക്കാടും നിലമ്പൂരും ഇതേ രീതിയിൽ പ്രചരണം നടത്തി തിരിച്ചടി ഉണ്ടായെങ്കിലും CPM പാഠം പഠിച്ചിട്ടില്ല. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇടതുപക്ഷം വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറുള്ള കേരളമല്ല, ഇടതും വലതുമുള്ള കേരളമാണ് ജമാഅത്ത് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാണ് പി മുജീബ് റഹ്മാൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതേസമയം മുഖ്യമന്ത്രി ജമാഅത്തിന് മറുപടി പറയുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം തപാൽ സർക്കിൾ ഓഫീസിലെ ക്രിസ്മസ് പരിപാടിയിൽ ഗണഗീതം പാടാൻ അനുവദിക്കരുതെന്ന് ജോൺ ബ്രിട്ടാസ് MP. BMS അനുകൂല സംഘടനയാണ് തപാൽ ഓഫീസിലെ പരിപാടിയിൽ ഗണഗീതം ആലപിക്കാൻ അനുമതി തേടിയത്. അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടാസ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കത്ത് നൽകി. ആവശ്യമായ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകണമെന്നും ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. മതേതരത്വത്തെ വെല്ലുവിളിക്കുന്നതാണ് പരിപാടിയെന്നും ബ്രിട്ടാസ് കത്തിൽ പറയുന്നുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ല് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. ഫെഡറൽ തത്വങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് ഇതെന്നും കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഉന്നത വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും മന്ത്രി വിമർശിച്ചു. കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ 2025 അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കാനിടയുള്ള ഒന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളുടെ പരിപൂർണമായ ലംഘനമാണ് ആ ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുക. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും മോശം റോഡുകളിലെ ടോൾ പിരിവ് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ. കേരള ഹൈക്കോടതി വിധി കണക്കിലെടുക്കുന്നുവെന്നും ടോൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ധനമന്ത്രാലയവുമായി ആലോചിച്ച് അനുകൂല തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പണി പൂർത്തിയാകാത്തതും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായ റോഡുകളിൽ ടോൾ പിരിക്കുന്നത് ശരിയല്ലെന്നും റോഡ് മോശമാണെങ്കിൽ ടോൾ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നും കോൺഗ്രസ് MP ദിഗ്വിജയ് സിംഗ് ആണ് ചോദിച്ചത്. केरल में ये घटना विशेष रूप से हुई, लैंडस्लाइड्स हो गई, बाढ़ आ जाते हैं, रोड उखड़ जाते हैं और नेचुरल कैलेमिटीज के कारण भी तकलीफें होती है. कुछ जगह पर यह भी बात सम्मान्य सदस्य करे, जो बैतूल की बात उन्होंने की, वहाँ एक सेक्शन है, उनको भी पता है, नागपुर से नजदीक है, मुझे भी पता है. പാലിയേക്കര ടോൾ പിരിവിന് ഹൈക്കോടതി അനുമതി നൽകിയതിനെതിരായ അപ്പീലിൽ ഇടപെടാതെ സുപ്രീം കോടതി. ആവശ്യം ഹൈക്കോടതിയിൽ തന്നെ ഉന്നയിക്കാൻ ഹർജിക്കാർക്ക് കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതി ഉത്തരവിനെതിരെ കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തീർപ്പാക്കി. ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും എത്യോപ്യയും എല്ലാ കാലവും മികച്ച ബന്ധമാണ് പുലർത്തിയിട്ടുള്ളതെന്നും എത്യോപ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2011 ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത് വൻ വരവേൽപ്പായിരുന്നു. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത മോദിയെ പാർലമെന്റ് അംഗങ്ങൾ ഏറെ ആദരവോടെ കേട്ടിരുന്നു. എത്യോപ്യ സിംഹങ്ങളുടെ നാടാണെന്നും തന്റെ മാതൃസംസ്ഥാനമായ ഗുജറാത്ത് ഇന്ത്യയിലെ സിംഹങ്ങളുടെയും ആവാസ കേന്ദ്രമായതിനാൽ തനിക്കിവിടം വീട്ടിലെത്തിയതുപോലെയാണ് തോന്നുന്നത് എന്നും മോദി പറഞ്ഞു. ഇന്ത്യയുടെ വന്ദേ മാതരവും എത്യോപ്യയുടെ ദേശീയ ഗാനവും നമ്മുടെ ഭൂമിയെ മാതാവ് എന്നാണ് പരാമർശിക്കുന്നത്.
പൈതൃകം, സംസ്കാരം, സൗന്ദര്യം എന്നിവയിൽ അഭിമാനിക്കാനും മാതൃരാജ്യത്തെ സംരക്ഷിക്കാനും അവ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. India's national song Vande Mataram and the Ethiopian national anthem both refer to our land as the mother. കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് എത്യോപ്യയ്ക്ക് 4 ദശലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്യാൻ സാധിച്ചത് ഇന്ത്യയുടെ അഭിമാനകരമായ നേട്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എത്യോപ്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികളും ഉൾപ്പെടുന്നുവെന്നും മോദി പറഞ്ഞു. It was India's proud privilege to supply Ethiopia with over 4 million vaccine doses. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി വിപുലമായ ചർച്ചകളും നരേന്ദ്രമോദി നടത്തി. ഇന്ത്യ എത്യോപ്യ ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ആഗോള രാഷ്ട്രത്തലവനാണ് അദ്ദേഹം. 2011 ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നാഷണൽ ഹെറാൾഡ് കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. റൌസ് അവന്യൂ കോടതി ഉത്തരവ് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമേറ്റ തിരിച്ചടിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. മോദിയും അമിത്ഷായും രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നടപടിയുമായി ED ഇനിയും മുന്നോട്ട് പോയാൽ ശക്തമായി പോരാടുമെന്ന് KC വേണുഗോപാലും പറഞ്ഞു. പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് MPമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനെതിരെ BJPയും സംഘപരിവാർ സംഘടനകളും ഗുരുതരമായി ഉന്നയിക്കുന്ന ആരോപണമാണ് നാഷണൽ ഹെറാൾഡ് കേസ്. കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമായിരുന്നു. സാം പിത്രോഡ, ഓസ്കാർ ഫെർണാണ്ടസ്, മോത്തിലാൽ വോറ, സുമൻ ദുബൈ എന്നിവരായിരുന്നു മറ്റു പ്രതികൾ. കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രം ഇന്നലെയാണ് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി തള്ളിയത്. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED കുറ്റപത്രം നിലനിൽക്കില്ല എന്നും കോടതി പറഞ്ഞിരുന്നു. കോടതിയുടെ ഈ നിലപാട് ആയുധമാക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. കേസ് പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെക്കുന്നുവെന്നും കോടതി ഉത്തരവ് മോദിയുടെയും അമിത്ഷായുടെയും മുഖത്തേറ്റ അടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. नेताओं को बदनाम कर रहे हैं, खासकर गांधी फैमिली को उन्होंने सताने के लिए ही ये केस डाला है. 7 വർഷമായി കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കേസാണെന്നും ഒരു പൈസയുടെ അഴിമതി നടന്നിട്ടില്ല എന്നും AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ED നടപടി ഇനിയും തുടർന്നാൽ പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള BJP നേതാക്കന്മാർ ആക്രമിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ CBI അന്വേഷിച്ച് കേസില്ല എന്ന് പറഞ്ഞ കേസാണ്. വിഷയം ഉന്നയിച്ച് പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് MPമാർ പ്രതിഷേധവും സംഘടിപ്പിച്ചു. മോദി സർക്കാർ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ തോതിൽ വേട്ടയാടിയ കേസിൽ കോടതി ഇടപെടൽ ഉണ്ടായത് വലിയ ആശ്വാസമാണ് കോൺഗ്രസിന് നൽകിയിട്ടുള്ളത്. അതേസമയം ഡൽഹി പോലീസ് എടുത്തിട്ടുള്ള കേസിൽ ഇടപെട്ട് വിഷയം സജീവമാക്കി നിർത്താനായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊച്ചി അമൃത ആശുപത്രിയിൽ അവയവദാനം വഴി കൈകൾ സ്വീകരിച്ച ഗോകുലപ്രിയൻ ആശുപത്രി വിട്ടു. ശബരിമലയിൽ വെച്ച് മരണമടഞ്ഞ ജയിൽ ഉദ്യോഗസ്ഥൻ അനീഷ് ARന്റെ കൈകളാണ് 23-കാരനായ ഗോകുലപ്രിയൻ സ്വീകരിച്ചത്. 2025 ഒക്ടോബർ 22-ന് ഡോക്ടർ സുബ്രഹ്മണ്യം അയ്യരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കൈകൾ ഗോകുലപ്രിയന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തത്. അമൃത, കൊച്ചി, ഫരീദാബാദ് ആശുപത്രികളിലായി ഇരു കൈകളും മാറ്റിവെക്കുന്ന 21 ശസ്ത്രക്രിയകളാണ് ഇതിനോടകം പൂർത്തിയായിട്ടുള്ളത്. ശബരിമല ദർശനത്തിന് ശേഷം പമ്പയിൽ വെച്ചാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ജയിലർ അനീഷ് AR അപസ്മാരത്തെ തുടർന്ന് വീണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. അനീഷിന്റെ ആഗ്രഹപ്രകാരം കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. സേലം സ്വദേശിയായ ഗോകുലപ്രിയന് വൈദ്യുതാഘാതമേറ്റാണ് ഇരു കൈകളും നഷ്ടമായത്. കൊച്ചി അമൃത ആശുപത്രിയിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് വിഭാഗം മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ നേതൃത്വം നൽകിയ ശസ്ത്രക്രിയയിലും അതിനുശേഷമുള്ള ചികിത്സയിലൂടെയും ഗോകുലപ്രിയന് പുതുജീവിതം ലഭിച്ചു. കോട്ടയത്ത് വെച്ചൊരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായപ്പോൾ
അവർ സമ്മതിച്ചു, ഇങ്ങനെ കൈകൾ തരാമെന്ന് സമ്മതിച്ചപ്പോൾ അത് ഗോകുലപ്രിയന് യോജിക്കുമെന്നും നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ ഇവിടെ നിന്നൊരു ടീം കൈകൾ എടുത്തുകൊണ്ടുവന്ന് ഒരു 17 മണിക്കൂറുള്ള ശസ്ത്രക്രിയയിലാണ് ഗോകുലപ്രിയന് ഇപ്പോൾ കൈകൾ വെച്ച് പിടിപ്പിച്ചത്. സ്വന്തം കാലിൽ നിൽക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ഈ ഇങ്ങനെയുള്ള കൈ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൊണ്ട് ഗോകുലപ്രിയന് നടക്കും. 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിടുന്ന ഗോകുലപ്രിയന് കൊച്ചി അമൃത ആശുപത്രി അധികൃതർ സന്തോഷസൂചകമായി കേക്ക് മുറിച്ച് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് ചടങ്ങിൽ അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് SS തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അമൃത, കൊച്ചി, ഫരീദാബാദ് ആശുപത്രികളിലായി 2 കൈകളും മാറ്റിവെക്കുന്ന 21 ശസ്ത്രക്രിയകളാണ് ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്.